ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിനായിട്ട് ഒരു ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേശ്ശെ ചെമ്മീൻ എടുത്തിട്ട് അതിനകത്ത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ ഓരോ വശവും നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രൈ ആകുന്നതെല്ലാം ഞാനൊരു ചെറിയ ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം ബാലൻസ് വന്ന ചെമ്മീനും എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയൊരാഗ്രഹമാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് കേട്ടോ കുറച്ച് ചെമ്മീൻ കിട്ടിയത്. അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ആക്കി ബൗളിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയാണ്. ഞാനൊരു 2 മുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഫ്രൈ ആക്കാനായിട്ട് ഇടുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ആ ചെമ്മീൻ വറുത്ത ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഈ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും, കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ നന്നായിട്ട് ഈ തേങ്ങ ഫ്രൈ ആയിട്ട് വരുന്ന ഒരു ടൈം അറിയാമല്ലോ, അതേവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ, ഞാൻ മിക്ക കറികൾക്കും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ഫ്രൈ ആയെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ മിക്സിയുടെ ജാറിൽ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഗ്രൻ സ്വാദാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഞാനൊരു കുഞ്ഞ് ചില്ല് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ എളുപ്പത്തിൽ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.